ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന അമിതാധികാരം ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിൽ ഈ മജിസ്ട്രേറ്റിൻ്റെ അനുമതിയോ വാറണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കേസുകളിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അത് ഒഴിവാക്കിക്കൊണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വരെയുള്ള ആളുകൾക്ക് അറസ്റ്റിന് അധികാരം നൽകുന്നു അത് ഈ അധികാരം വലിയ തോതിൽ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ആക്ഷേപം ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് ഈ ബില്ലിൽ അത് വിശദീകരിക്കുന്നത് ഈ മിക്കവാറും കുറ്റകൃത്യങ്ങളൊക്കെ നടക്കുന്നത് കാടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അവിടെ പരിശോധനയ്ക്ക് പോകുന്ന ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റിന് അധികാരമില്ലാത്തതുകൊണ്ട് തന്നെ ഈ നിയമലംഘനം നടത്തുന്ന ആളുകൾ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. അത് പരിഹരിക്കാനുള്ള ലക്ഷ്യം എന്ന് നിയമത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ അമിതാധികാര പ്രയോഗത്തിനുള്ളൊരു സാധ്യത, ഈ അറസ്റ്റിനൊക്കെയുള്ള അധികാരം താഴെത്തലേക്ക് കൊടുക്കുമ്പോൾ അതുണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള വിമർശനം, അത് വസ്തുതയല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ ഒരു താരതമ്യം നമുക്ക് നടത്തി നോക്കാം. നമ്മൾ ഒരു ഉദ്യോഗസ്ഥൻ അത് ഏത് തട്ടിലും ആയിക്കോട്ടെ, ഇപ്പം DFO മുതൽ റേഞ്ചർ ഓഫീസറോ അല്ലെങ്കിൽ ഫോറസ്റ്ററോ അല്ലെങ്കിൽ ഗാർഡോ, ഏത് തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനും ഒരു നിയമം നടപ്പിലാക്കുന്നത് കൃത്യമായിട്ടുള്ള ചില ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടാണ്. അപ്പോൾ അത് ഒരു ആവശ്യമില്ലാത്ത ഭയമാണ്. അതായത് ഏതൊരു ഉദ്യോഗസ്ഥനും, അത് റേഞ്ചർ ഓഫീസർ ആയാലും ഗാർഡായാലും ഒക്കെ തന്നെ, അവരൊരു അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്ത് കൃത്യമായിട്ട് അവർക്ക് പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. ഫലത്തിൽ ശരിക്കും സംഭവിക്കുന്ന ഒരു കാര്യം, വനംവകുപ്പിനെ ഒറ്റപ്പെടുത്തുകയും വനംവകുപ്പിനെ വലിയ തോതിൽ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വനംവകുപ്പ് ഓഫീസ് അടിച്ചു പൊളിക്കുക, ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെയുള്ള സമരമായിട്ട് ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഓഫീസർ കത്തിച്ചിട്ടുണ്ട്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വലിയ തോതിൽ ഉപദ്രവിച്ചിട്ടുണ്ട്, കാട് തന്നെ കത്തിച്ചിട്ടുണ്ട്. അപ്പോ കാടിനോടുള്ള നമ്മുടെ നിലപാട് വളരെ അപകടകരമായിട്ടുള്ള രീതിയിൽ മാറുന്നുണ്ട്. അതിന്റെ ഒരു ലക്ഷണമായിട്ട് വേണം വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു നിയമ ഭേദഗതിയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തില്, അതിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു ആശയ രൂപീകരണം ഉണ്ടാവുന്നത് വളരെ ഭയത്തോടുകൂടി മാത്രമേ നോക്കിക്കാണാൻ പറ്റൂ.